ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കൂടുതലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ഒഴിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 10-15ഓളം ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 7 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ട് അതും കൂടി ഇട്ടെടുക്കാം. ഇനി നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് നല്ലപോലെ കളറ് മാറി വന്നാൽ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ടെടുക്കണം. ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ടും ചിരകി എടുത്തിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നാൽ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങ ഇട്ടെടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു തേങ്ങ മുഴുവൻ ചിരകിയത് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തേങ്ങ നല്ല പോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ഇട്ടെടുക്കാം. നല്ല എരിവുള്ള വറ്റൽമുളക് തന്നെ ഇട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. നാര ചമ്മന്തിപ്പൊടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിവിടെ നല്ല എരിവുള്ള 8 വറ്റൽമുളക് മുറിച്ചിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതും നല്ല പോലെ ചൂടായി കളറ് മാറി വരണം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കാം. കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ കൂടുതലായിട്ട് തന്നെ ഇട്ടെടുക്കുക. നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. കുറച്ച് നേരം വറുത്തെടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂട്ടി ഒന്നും കൂടി നല്ലപോലെ വറുത്തെടുക്കുക. ഇതിലെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി മുരിഞ്ഞ് കിട്ടണം. അതുവരെ നമുക്ക് വറുത്തെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോകും. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ കളർ മാറി കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് പരത്തി വെച്ചാൽ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടിക്കോളും. ഇനി നമുക്ക് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ടുകൊടുക്കാം. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടിച്ച് വരുമ്പോൾ നല്ല പാകമായി കിട്ടിക്കോളും. ഇനി പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്. ഇതേപോലെ തരിയോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് ചമ്മന്തിപ്പൊടിക്ക് നല്ല ടേസ്റ്റുള്ള പോലെ തോന്നുക. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഇങ്ങനെയാണ് നല്ലത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഒരു കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് കുറേ ദിവസം ചോറിൻ്റെ കൂടെ വെച്ച് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്